ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആമോസ് ജെയ്മോൻ മുല്ലശ്ശേരി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. 31:1. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. 31:3. നക്ഷത്രം അവിടുന്ന് സൃഷ്ടിച്ചു. 31:17. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കും. യോഹന്നാൻ 9. ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 10. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. യോഹന്നാൻ 10. സങ്കീർത്തനം 120. എൻ്റെ കർഷകരെ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരം വരണമേ. കർത്താവെ, വ്യാജം പറയുമ്പോൾ അതിരുകളിൽ നിന്നും വഞ്ചനയിൽ നിന്ന് നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വഞ്ചനയിൽ നിന്ന് നാളെ എനിക്ക് എന്ത് ലഭിക്കും? ഇനിയും എന്ത് ശിക്ഷയാണ് നീ എനിക്ക് നൽകുക? ധീരയോദ്ധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനിയിൽ നിന്നും മേശയ്ക്കയിൽ വസിക്കുന്നതും കൊണ്ടും ഏതാ കൂടാത്തി പറക്കുന്നതും കൊണ്ടും എനിക്ക് ദുരിതം. സമാധാന ദോഷികളുടെ കൂടെയുള്ള വാസം എനിക്ക് മടുത്തു. സമാധാനത്തിന് വേണ്ടി ഞാൻ വധിക്കുന്നു, എന്നാൽ ഞാൻ യുദ്ധത്തിനൊരുങ്ങി. സംഗീതം 121. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ച കർത്താവിൽ നിന്നും എൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് നിന്നെ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പ്രകാശം മങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ കാൽക്കാരൻ. എനിക്ക് തണലേകാൻ എൻ്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവിനെ കാത്തോളും. അവിടുന്ന് എൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തോളും. സങ്കീർത്തനം 127. എല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങൾ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യക്തമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാൽക്കാവുന്ന വ്യക്തം. അത് രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യക്തമാണ്. ചില പ്രിയപ്പെട്ട ഇറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ട നൽകും. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരപോലെ ഒരു സമ്മാനവും. യവനത്തിൽ ജനിക്കുന്ന മക്കൾ വിത്തുള്ള കയ്യിലെ അത്രങ്ങൾ പോലെയാണ്. അതുകൊണ്ട് അവ നായി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നാളെ കവാടത്തികൾ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവനെ രചിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനം 133. സഹോദരൻ, ഏക മനസ്സോടെ ഒരുമിച്ച് ജീവിക്കുന്നതും എത്ര സന്തോഷപൂർവമാണ്. അഹ്റോന്റെ തലയിൽ നിന്നും താടിയിലേക്ക് ഇറങ്ങിയ അങ്കയുടെ കഴുത്തപ്പട്ടയിലൂടെ ഒഴുകുന്ന മൂല്യ അഭിഷേകതൈലം പോലെയാണ് അത്. സിയോൻ മരങ്ങളിൽ പൊഴിയുന്ന ഹർമോൻ തുഷരം പോലെയാണ് അത്. അവിടെയാണ് ദൈവം തൻ്റെ ജീവനം അനുഗ്രഹം അനന്തമായ ജീവനം പ്രദാനം ചെയ്തത്. സംഗീതം 134. സഹോദരേ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. രാത്രി കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവിൻ, അവിടുത്തെ വാഴ്ത്തുവിൻ. ഈ ലോകത്തിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നും സിയോനിൽ നിന്നും അനുഗ്രഹിക്കട്ടെ.